എൻ ഡി എയുടെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ ശ്രദ്ധേയമായൊരു മണ്ഡലമാണ് നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകരയിൽ ശ്രീ ചെങ്കൽ രാജശേഖരൻ വീണ്ടും അംഗത്തിനിറങ്ങുകയാണ്. രാജശേഖരൻജി, അഭിനന്ദനങ്ങൾ. എങ്ങനെ കാണുന്നു വീണ്ടും ഈ ഒരു നിയോഗം ലഭിക്കുമ്പോൾ? സന്തോഷത്തിനപ്പുറത്ത് വേറെ ഒന്നും ഇല്ല കാര്യം. കാരണം എൻ്റെ നാടാണ്, ജനിച്ച നാട്. ആ നാട്ടിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ തിരുവനന്തപുരത്ത് വന്നിട്ട് എൻ്റെ മാറിയൊരു സ്ഥലത്ത് ജീവിക്കുകയല്ല, എൻ്റെ നാട്ടിനോട് ചേർന്നിട്ട് നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അത് വിദ്യാഭ്യാസ സ്ഥാപനമായാലും തൊഴിലവസരങ്ങളായാലും എന്നാൽ കഴിയുന്നതൊക്കെ എൻ്റെ നാട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ 25 വർഷമായിട്ട് ബോംബെയിൽ നിന്ന് തിരിച്ചു വന്ന് ചെയ്യുന്നതൊക്കെ. കാരണം എൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതാണ്. ഇവിടെ നിന്ന് ബോംബെ പോയപ്പോൾ എൻ്റെ കുടുംബം, അമ്മയും സഹോദരങ്ങളൊക്കെ ദുഃഖിച്ച് ആ മനസ്സ് വിട്ട് ഞാൻ അന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്താണ്. എനിക്ക് എൻ്റെ സാമ്പത്തികവും എൻ്റെ പണിയൊക്കെ എന്തെങ്കിലും എനിക്ക് അറിയാമെന്നുള്ളതെല്ലാം ഞാൻ എൻ്റെ നാട്ടിൽ വന്ന് തുടങ്ങും. എനിക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് നാട്ടിന് കൊടുക്കണം. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഞാൻ 42 വർഷം മുമ്പായിട്ട് ഈ പാർട്ടിയിലാണ്. എൻ്റെ സ്വയംസേവകനാണ്. സംഘത്തിലെ OTC ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബോംബെയിൽ പോയിട്ട് എൻ്റെ ആദ്യത്തെ ഇലക്ഷൻ വർക്ക് എമർജൻസിയിലാണ്. അത് ഞാൻ ബോംബെയിൽ ബോരോലിയിലൊരു ഹോട്ടൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആദ്യം ജനതാ പാർട്ടിയിൽ രാം നായിക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സംഘ സ്വയംസേവനാണ് ജനതാ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയത്. അന്ന് ഹോട്ടൽ മാനേജറായിരിക്കുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് രാത്രി, കാരണം എമർജൻസിയാണ്, ആദ്യമായിട്ട് എൻ്റെ കൂടെ തന്നെ 1-2 സംഘ സ്വയംസേവർ അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അവരാണ് ഇതിൻ്റെ പ്രോത്സാഹനം ചെയ്യുന്നത്. ആദ്യമായിട്ട് ചുമരെഴുതുകയും രാത്രി പോസ്റ്റർ ഒട്ടിക്കുകയൊക്കെ ചെയ്ത് തുടങ്ങിയത് അന്ന് എമർജൻസിയിലായിരുന്നു 75-ലൊക്കെ. അദ്ദേഹം ഇപ്പം ഗവർണറായിട്ടും വലിയ മന്ത്രിയായിട്ടൊക്കെ പോയി അന്വേഷിച്ച് നമ്മൾ കണ്ടില്ല. അതിനുശേഷം രാജഗോപാൽജി ആദ്യം രാജ്യസഭാ സീറ്റ് ജയിച്ച് ബോംബെയിൽ വന്നപ്പം ആദ്യത്തെ സ്വീകരണം കൊടുത്ത് എൻ്റെ വീട്ടിൽ വെച്ച് ഭക്ഷണമായി. അന്ന് മുതൽ രാജഗോപാൽജിയെ ഞാനൊരു ഗുരുതുല്യനായിട്ട് അദ്ദേഹത്തിൻ്റെ സേവമായിട്ട് ഫുള്ളായിട്ട് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ എല്ലാവിധ സൗകര്യങ്ങളും, വണ്ടിയും ഡ്രൈവറും ഫ്യൂലും ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ബോംബെയിൽ നിന്ന് വന്നിട്ട് ഞാൻ എൻ്റെ പറയും നടന്ന് നമ്മൾ പ്രവർത്തിക്കുമായിരുന്നു. നമുക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, നമുക്കിതിൻ്റെ മാറ്റം. ആ മാറ്റം എങ്ങനെ, അല്ലാതെ എനിക്കിവിടെ ഒരു പാർട്ടി പ്രവർത്തനം ചെയ്തൊരു സ്ഥാനം എടുത്ത് കഴിയണമെന്നല്ല. പക്ഷേ നെയ്യാറ്റിൻകര കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ സുരേന്ദ്രൻജി പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഓഫീസിൽ എന്നെ ഒന്ന് വിളിച്ച് കാണണമെന്ന് പെട്ടെന്ന് പറയാമായിരുന്നു. പെട്ടെന്ന് നെയ്യാറ്റിൻകര മത്സരിക്കേണ്ടത് ഞാൻ ആലോചിച്ചു പോലുമില്ല. അപ്പോൾ എൻ്റെ നാട്ടിനല്ലേ, അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാൻഡിഡേറ്റ് ആയത്. നല്ല പെർഫോമൻസ് ആയിരുന്നു, നാട്ടിൽ ഒരുപാട് സ്നേഹങ്ങളും. പക്ഷേ വിചാരിച്ച അത്ര നമുക്ക് കിട്ടിയില്ല റിസൾട്ട്. അല്ല, ആ ഒരു കാര്യങ്ങളൊക്കെ തിരുത്തി വെച്ചുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു പരിചയമുണ്ട്, ഒരു മുൻപരിചയമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും മണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോൾ വോട്ടർമാരെ പുതിയതായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ അവിടുത്തെ ഈ പറഞ്ഞതുപോലെയുള്ള രാഷ്ട്രീയത്തിൻ്റെതായ കാര്യങ്ങളും അങ്ങ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുതിയ അംഗത്തിനിറങ്ങുമ്പോൾ ഒരു പുതിയ ഒരു അംഗമുറ എന്താണ്? തീർച്ചയായും രാഷ്ട്രീയമൊക്കെ എനിക്ക് നല്ലതായിട്ട് പരിചയമാണ്. എനിക്കെന്ത് വേണം, കാരണം പല കാര്യങ്ങളും ഞാൻ എന്തെങ്കിലും ഡിസിഷൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് സക്സസ് ആക്കുവാൻ്റെ കഴിവ് എനിക്കുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഈ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്തിൻ്റെ മാക്സിമം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പൊന്നറ ശ്രീധരൻ പാർക്ക് ഞാനാണ് ഡെവലപ്പ് ചെയ്തത്. ഞാൻ ബോംബെയിൽ നിന്ന് ആദ്യമായിട്ട് വന്നിട്ട് റെയിൽവേയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന ആ വേസ്റ്റ് ഇടുന്ന സ്ഥലമായിരുന്നു പൊന്നറ ശ്രീധരൻ. അന്ന് മനസ്സിലായിരുന്നു എനിക്ക് ലോകത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികളൊക്കെ കെട്ടിയൊരു വേസ്റ്റ് സ്ഥലം, ആളുകൾ 1-2 ഒക്കെ പോവുകയും ഇത് കൊണ്ട് മനസ്സിൽ ഇങ്ങനെ അല്ലല്ലോ, അപ്പുറത്തെ ബസ് സ്റ്റാൻഡിനും ഇവിടെ റെയിൽവേ സ്റ്റേഷനും എൻ്റെ നാട് ഇങ്ങനെ അല്ലല്ലോ. എന്നതിന് ശേഷം ഞാൻ അന്നത്തെ ചന്ദ്രിക മേഡം നമ്മളെ മേയറെ പോയി കണ്ട് 20 വർഷത്തേക്ക് ലീസ് എടുത്തിട്ട് ഞാൻ 6 മാസം രാത്രിയൊക്കെ മണ്ണടിച്ച് കുറേ ആൾക്കാർ, 4 ഫാമിലി ഉണ്ടായിരുന്നു, അവർക്ക് 10,000 രൂപ വെച്ചൊക്കെ കൊടുത്ത് അവിടെ നിന്ന് മാറ്റിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് ആ കോർപ്പറേഷൻ മേയറുടെ ഒരു റിക്വസ്റ്റ് മാത്രം, ഒരു കണ്ടീഷൻ മാത്രം എഴുതി മേടിച്ചു. ഈ പാർക്കിൻ്റെ ചുറ്റിലും ഏതൊരു വിധത്തിലുള്ള പ്രതിഷേധ ഫ്ലക്സുകളോ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികളോ വയ്ക്കാൻ അനുവദനീയമല്ല എന്ന് എഴുതി മേടിച്ച് ഞാൻ സെക്യൂരിറ്റി വെച്ച് 20 വർഷം പൊന്നറ ശ്രീധരൻ പാർക്ക് ഞാൻ പാർക്ക് എല്ലാ രീതിയിലും ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു. അതേപോലെ അയ്യങ്കാളി പാർക്ക്, ചാക്ക പാർക്കുകൾ, ഇപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഇന്ന് പോയാൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് നിലവിളക്കുന്ന റവറയൊക്കെ വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഫില്ലപ്പ് ചെയ്ത് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തതാണ്. എൻ്റെ ഒരു ഉദ്ദേശമുള്ളൂ, എൻ്റെ നാടായിരിക്കണം ഏറ്റവും ഭംഗി. എൻ്റെ നാട്ടിൽ വെളിയിൽ നിന്ന് വരുന്നവർ കാണുമ്പോൾ കേരളം അത്ര ഭംഗിയുള്ളതാണ്. പക്ഷേ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നാണ് വലിയ പ്രയാസം. അതിനൊന്നുമില്ല. ശംഖുമോ ദേവി ക്ഷേത്രം വേസ്റ്റ് ഇടുന്ന സ്ഥലമൊക്കെ ആയിരുന്നു. വേസ്റ്റുകൾ കൊണ്ട് ഇടുന്ന ആർക്കും അറിയില്ല, ഒരു ക്ഷേത്രം ഉള്ളതുപോലെ 6 ഏക്കർ സ്ഥലം. പക്ഷേ ഞാനത് ദേവസ്വത്തിൻ്റെ കൂടി റിക്വസ്റ്റ് ചെയ്ത് ചെയ്യാതെ പോയപ്പോൾ ഞാനത് എടുത്ത്
എൻ്റെ 2 വർഷം കൊണ്ട് ഞാനതിപ്പോൾ ഒരു മാതൃക അവിടെ ശംഖുമോ എന്ന് പറഞ്ഞൊക്കെ ആക്കിയതാണ്. ഇതെൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നിട്ടൊന്നുമല്ല, ഉള്ള എൻ്റെ അധ്വാനത്തിൻ്റെ പൈസകളെല്ലാം ഞാൻ മാക്സിമം എൻ്റെ നാട്ടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഞാൻ ചെലവാക്കിയത്. ഇപ്പോൾ ഈ പ്രചരണത്തിന് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഇനി മുന്നിലുള്ളൂ. ഈ ഒരു ഘട്ടത്തിൽ അങ്ങയുടെ മണ്ഡലത്തിലെ വോട്ടർമാരോട് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ എന്നെ നെയ്യാറ്റിൻകരയുള്ളവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ആകുമ്പോൾ കുറേ കൂടെ ഈസിയാണ്. പിന്നെ കുറേ കൂടെ നമുക്ക് കുറച്ച് മീഡിയ ഇതൊക്കെ ആൾക്കാർ ഇപ്പോൾ സപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ പ്രവർത്തകരൊക്കെ ഇപ്പോൾ ഒറ്റക്കെട്ടാണ്. നെയ്യാറ്റിൻകര എന്ന് പറയുമ്പോൾ ഒരമ്മ മക്കളെ പോലെ എല്ലാവരും പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. അവരുടെ വിളിയും അവരുടെ സംസാരം കേൾക്കുമ്പോഴാണ് എനിക്ക് നെയ്യാറ്റിൻകര വിട്ടു പോകണ്ട എന്നുള്ളത്. ഞാൻ തിരുവനന്തപുരമാണ് ഞാൻ കേട്ടതും. തിരുവനന്തപുരത്തിൻ്റെ നമ്മൾ അനന്തപുരി ഒരു നല്ലൊരു മണ്ഡലമാക്കി മാറ്റാൻ പറ്റുമെന്നുള്ള ഇതിലാണ് കേട്ടത്. കാരണം അപ്പം നെയ്യാറ്റിൻകരയാണ് എനിക്ക് വിളിച്ച് തന്നിട്ടുള്ളത്. വളരെ സന്തോഷമായിട്ട് ഞാനത് ഏറ്റെടുക്കും. പക്ഷേ ഇത് ഏറ്റെടുത്തല്ലല്ലോ, അതൊരു മാറ്റം കൊണ്ടുവരും. നെയ്യാറ്റിൻകരയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലുണ്ട്. അതെന്തെങ്കിലും ഒരു പൊസിഷൻ തന്നാലും നമുക്കവിടെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. പലരും അധികാരം വെച്ചിട്ട് ജാതിയും മതവും പറഞ്ഞിട്ടാണ് ഇതുവരെയുള്ള കാൻഡിഡേറ്റ്സൊക്കെ ജയിപ്പിച്ച് ഇന്നും നടക്കുന്നതൊക്കെ. അതല്ല വേണ്ടത്. നമ്മളെ നാട്ടിൽ ജാതിയും മതമൊന്നുമല്ല, വികസനത്തിന് ജാതിയും മതമൊന്നുമില്ല, എല്ലാവർക്കും അവകാശപ്പെട്ടാണ് ഈ ഭൂമി. അപ്പോൾ എല്ലാവരും ജീവിക്കണം, എല്ലാം വികസനത്തിലൂടെ മാത്രമേ അത് സാധ്യമാവുള്ളൂ. അതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം അത് മാത്രമാണ്. ഇന്നിപ്പോൾ ലോകം അംഗീകരിക്കുന്ന നരേന്ദ്രമോദിജി എന്ന ഏറ്റവും ഒരു വേൾഡ് നേതാവിൻ്റെ അദ്ദേഹത്തെ കാണിച്ചെന്ന വഴികളെന്ന് പറയുന്നതാണ്. അതിനകത്ത് ജാതിയും മതമൊന്നുമല്ല. നമ്മളെ ഗുരുദേവനൊക്കെ പറയുന്നത് പോലെ ജാതിയും മതമൊന്നും ഇല്ലാത്തൊരു രാഷ്ട്രമാണ് നമ്മളുടെ എല്ലാം എന്നുള്ള രീതിയിൽ നെയ്യാറ്റിൻകരയ്ക്ക് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. അങ്ങനെ എനിക്ക് അവിടെ പോയി ഒരു MLA സ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ബോർഡ് വെച്ച് നടക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. MLA സ്ഥാനം കിട്ടിയാൽ എനിക്ക് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത് സെൻട്രലിൻ്റെ ഒരുപാട് സ്കീമുകൾ കൊണ്ടുവന്ന് ചെയ്യുക. അല്ലാതെ വെളിയിൽ നിന്ന് തന്നെ പലരെയും നമ്മൾ പ്രൊമോട്ടറെ കൊണ്ടുവന്ന് ആ നാട്ടിൽ കൊടുക്കുകയും അടഞ്ഞുകിടക്കുന്ന ചില വ്യവസായങ്ങളുണ്ട്, അതൊക്കെ നമ്മളവിടെ തൊഴിൽ ചെടിക്കുക. പിന്നെ അവിടെ എൻ്റെ നാട്ടിന് എൻ്റെ സ്കൂളുണ്ട് സായികൃഷ്ണൻ, അവിടെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി ചെയ്തിട്ട് നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും +2 കഴിഞ്ഞാലും അവിടെ വിദ്യാഭ്യാസം കൊടുക്കുന്നവരൊന്ന് വില്ലേജായിട്ട് മാറ്റണം. ഒരുപാട് ഇത് കൊണ്ടാണ് ഉള്ളിലുള്ള ആഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയിലേക്ക് പോകുന്നത്. അത് സാധിച്ചു തരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എൻ്റെ നാട്ടുകാർക്കിവിടെ ഉള്ളത്. അങ്ങനെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ വിജയാശംസകളും. പറഞ്ഞതുപോലെ നെയ്യാറ്റിൻകര വികസനത്തിൻ്റെ ഒരു ഹബ്ബായി മാറട്ടെ, അതിന് താങ്കൾ ഒരു കാരണമായി തീരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഞാനല്ല, എൻ്റെ കുടുംബം കുറേ അംഗങ്ങളുണ്ട്, ഒരു ടീമുണ്ട്. പരിവാറിൻ്റെ എല്ലാവരുടെയും ആഗ്രഹവും അവരുടെ കഴിവും കൊണ്ടാണ് നമുക്കവിടെ ജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവരെ കൂടെ നിർത്തി എൻ്റെ നാട്ടിനെ എന്തൊക്കെ വികസനങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള നമ്മൾ കാണിച്ചു കൊടുക്കും. താങ്ക് യു. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ ജാതിയും മതവും പറഞ്ഞുകൊണ്ടല്ല, വികസനം പറഞ്ഞാകണം വോട്ട് തേടേണ്ടതെന്നുള്ള ഒരു കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടിയാണ് ശ്രീ ചെങ്കൽ രാജശേഖരൻ നെയ്യാറ്റിൻകരയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന് വിജയാശംസകൾ നേരുന്നു. തിരുവനന്തപുരത്തെ BJP ഓഫീസിൽ നിന്നും ക്യാമറാമാൻ അമ്പാടിക്കൊപ്പം സനോജ് നായർ, തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.